ഹായ്, ഉള്ളത് കോഴിക്കോടാണ്. നമുക്കറിയാം, ഒരുപാട് കഥകൾ പറയാനുള്ള മണ്ണാണ് കോഴിക്കോട്. സാമൂതിരിയുടെയും എസ് കെ പൊറ്റക്കാടിന്റെയും ബാവുക്കയുടെയൊക്കെ ചരിത്രമുറങ്ങുന്ന കഥകൾ. പക്ഷേ ഞാനിപ്പോ വന്നിരിക്കുന്നത് ഒരു ചരിത്ര കഥ പറയാനല്ല, ഒരു യാത്രയുടെ കഥ പറയാനാണ്, ഒരു യാത്രികന്റെ കഥ പറയാനാണ്. ആ കഥ ഞാൻ പറയുന്നതിനേക്കാൾ നല്ലത് ആ യാത്രികൻ തന്നെ പറയുന്നതായിരിക്കും എന്നാണ് എൻ്റെ തോന്നൽ. ആ യാത്രികൻ എൻ്റെ കൂടെ തന്നെയാണ്, മറ്റാരുമല്ല, ജെ റിപ്പീറ്റർ സ്റ്റുഡൻ്റായ സൈലത്തിൻ്റെ സ്വന്തം മാധവ്. മാധവ, സാറേ, സത്യം പറഞ്ഞ ഞാന് ഈ കഥ എന്തുകൊണ്ട് ഞാൻ ഇവിടെ ഈ കഥ പറയാൻ വന്നു എന്നുള്ള കാര്യം ഞാൻ ആദ്യം പറഞ്ഞോട്ടെ. കാരണം ഞാൻ പേഴ്സണലി +1 +2 എൻ്റെ കംപ്ലീറ്റ് ടൈം വേസ്റ്റ് ചെയ്ത ഒരാളാണ്. ആൻഡ് അതിൻ്റെ റിഗ്രറ്റും ഉണ്ട്. സോ ദാറ്റ് ഇനി വരാൻ പോകുന്ന എൻ്റെ ജൂനിയേഴ്സിന് എൻ്റെ ഈ സ്റ്റോറി കേട്ടാൽ അവർ എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു ക്ലിയർ ഐഡിയ കിട്ടും. കാരണം നിങ്ങൾ ഇനി ചെയ്യാൻ പോകുന്ന എല്ലാ മിസ്റ്റേക്സും, അതിൽ കുറേയൊക്കെ മിസ്റ്റേക്സ് ഞാൻ ചെയ്ത ഒരാളാണ്. സോ ദാറ്റ് എനിക്കത് നിങ്ങൾക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പറ്റും, നിങ്ങൾ എങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പറ്റും. സോ എനിക്ക് ആ ഒരു എൻ്റെ ജൂനിയേഴ്സിന് ആ തെറ്റ് പറ്റരുത് വിചാരിച്ചിട്ടാണ് ഞാൻ സാറിനോട് എനിക്ക് ഈ വീഡിയോ ചെയ്യണം എന്നുള്ള ആഗ്രഹം വന്നത്. അതുകൊണ്ടാണ് എന്നെ വിളിച്ചത്. അതെ, സോ അതാണ് ഞാൻ മെയിനായിട്ട് വരാൻ കാരണം. തീർച്ചയായിട്ടും, അതായത് ഇനിയുള്ള തലമുറക്ക് മാധവന് എന്തൊക്കെ മിസ്റ്റേക്സ് പറ്റിയിട്ടുണ്ട്, അല്ലയോ എന്ന് നമുക്ക് തീരുമാനിക്കാം. അതെ, സത്യം പറഞ്ഞാൽ നമ്മൾ ആ ഒരു ലൈഫിൽ അത് മിസ്റ്റേക്ക് ആണോ എന്ന് മനസ്സിലാവില്ല. അപ്പൊ അത് നമുക്ക് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഒരാളുടെ ലൈഫിലും മാറിച്ചാൽ അതെനിക്ക് വലിയ സന്തോഷമുള്ള കാര്യമാണ്. അതൊരു നല്ല ഇന്റൻഷനാണ്. അത് തന്നെയാണ് നമ്മൾ ഇന്നത്തെ കാലത്ത് നമ്മുടെ കുട്ടികളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. മാധവൻ പറഞ്ഞ പോലെ മാധവന്റെ കഥ കുട്ടികൾക്ക് ഇൻസ്പിറേഷൻ ആവട്ടെ. അപ്പൊ പറ, എന്താണ് മാധവൻ പറ്റിയ മിസ്റ്റേക്കുകൾ, അതോടൊപ്പം തന്നെ എങ്ങനെയാണ് നമ്മള് സൈലത്തിലേക്ക് എത്തിയത്, എന്താണ് ഇവിടെ ഇരുന്നിട്ട് നമ്മൾ സംസാരിക്കാനുള്ള കാരണങ്ങൾ എല്ലാം മാധവൻ പറഞ്ഞു. ഓക്കെ, ഞാൻ എൻ്റെ കഥ പറയാൻ തുടങ്ങണേക്കാൾ മുന്നേ ഈ കഥ ഒരിക്കലും എൻ്റെ ജൂനിയേഴ്സ് ഇമിറ്റേറ്റ് ചെയ്യാൻ പാടാത്ത കഥയാണ് ഞാൻ പറയുന്നത്. കാരണം അബദ്ധങ്ങളുടെ കഥയാണ് പറയുന്നത്. എന്റെ ഒരു കഥയുടെ ആദ്യ ഭാഗം നമുക്ക് രണ്ട് രീതിയിൽ ഉപദേശിക്കാം. ഒന്ന് ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നൊരു ഉപദേശിക്കാം, അല്ലെങ്കിൽ ഇത് ചെയ്യരുത്. ഞാനിത് ചെയ്യണ്ട എന്നുള്ളതിന്റെ ഒരു എക്സാമ്പിൾ ആണ് സത്യം പറഞ്ഞ പറയണത്. നമുക്ക് അപ്പൊ ഒരു മിനിറ്റ്, അപ്പൊ ചെയ്യേണ്ട എക്സാമ്പിൾ മാത്രമേ ഉള്ളൂ, അല്ല അതിനുശേഷം ചെയ്യേണ്ടത്? അതിനുശേഷം എന്റെ ഒരു ജേണി തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ എന്റെ എന്തായാലും പോസിറ്റീവ് ആയിരിക്കും. അതെ, സത്യം പറയാൻ ഉണ്ടായിരുന്നു വെച്ചാൽ നമുക്ക് ഇത് എനിക്ക് മാത്രം ഉണ്ടാവുന്ന പ്രശ്നമില്ല. സത്യം പറഞ്ഞാൽ 10ാം ക്ലാസ്സിൽ നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്തിരുന്നു, പഠിച്ചിട്ടുണ്ട്. പൊതുവേ എല്ലാവർക്കും ഉള്ള ഒരു പ്രശ്നമാണ് 10ാം ക്ലാസ് കഴിഞ്ഞാൽ ഒന്നങ്ങോട്ട് ഉറപ്പാന്നുള്ളൊരു ചിന്ത വരും. 10ാം ക്ലാസ്സിൽ അത്യാവശ്യം മാർക്ക് കിട്ടി ഇനി നമ്മൾ +2 എത്തിയില്ലേ ഒന്നങ്ങോട്ട് ഉറപ്പാന്നുള്ള ചിന്ത. സത്യം പറഞ്ഞാൽ അത് കുറെ പേർക്ക് ഉണ്ടാവും, സ്വാഭാവികമായിട്ട് എനിക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ +1 ഒക്കെ എത്തി, +1 +2 അങ്ങനെ അടിച്ചു പൊളിക്കാന്നൊക്കെ വിചാരിച്ചിട്ടാണ് നമ്മള് സ്കൂളിൽ ചേർന്നത്. അങ്ങനെ സ്കൂളിൽ ചേർന്നിട്ട് ആദ്യത്തെ 2-3 മാസം എല്ലാം അടിച്ചു പൊളിച്ചു. അടിച്ചു പൊളിക്കാന്ന് പറഞ്ഞാൽ വെറും അടിച്ചു പൊളിയൊന്നുമല്ല, കുറച്ചധികം അടിച്ചുപൊളിയായി. എന്നിട്ട് നമ്മളൊരു പോയിന്റ് ഒരു 3-4 മാസം കഴിയുമ്പോഴാവും നമുക്ക് ഒന്ന് +1 പഠിച്ച് തുടങ്ങാന്ന് തോന്നുന്നൊരു പോയിന്റ് എത്തും. അതെ, പക്ഷെ സത്യം പറഞ്ഞാൽ ആ പോയിന്റ് എത്തപ്പോഴത്തേക്കും നമ്മുടെ +1 കുറെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടാവും, സമയം പോയിട്ടുണ്ടാവും. അതെ, സ്വാഭാവികമാണ്. 10ാം ക്ലാസ്സിൽ ഓവർ കോൺഫിഡൻസ്. അതെ, അത് തിരിച്ചടിച്ചു. ശരിക്ക് ഈ പറഞ്ഞ പോലെ ഉറപ്പെന്ന് പറഞ്ഞാൽ ഞാന് +1 സത്യം പറഞ്ഞാൽ ഞാൻ ഏതാ ടീച്ചർമാര് ക്ലാസ്സിൽ വരുന്നതെന്ന് പോലും കാണാത്ത അവസ്ഥയായിരുന്നു. ലാസ്റ്റ് ബെഞ്ചിൽ ഇരിക്കും, ഫോണ് കൊണ്ടുപോകാം, ഫോണിൽ നോക്കി കളിച്ചിരിക്കാം. സ്കൂളൊക്കെ സ്ട്രിക്റ്റ് സ്കൂളാണ്, പക്ഷെ സ്റ്റേറ്റ് ആണ്. ടീച്ചർമാര് ഇടയ്ക്കൊക്കെ ഫോൺ പിടിക്കും. അങ്ങനെ 4-5 പ്രാവശ്യം ഫോൺ പിടിച്ച് അമ്മ വരും, ഫോൺ എടുക്കും, അമ്മ വരും. അങ്ങനെ അമ്മയ്ക്ക് സ്ഥിരം വരവായിരുന്നു. അങ്ങനെ അതായിരുന്നു +1 അവസ്ഥ. അതുപോലെ എന്നിട്ട് അവസാനം +1 എങ്ങനെയൊക്കെ +1 തട്ടിമുട്ടി ഇങ്ങനെ പോന്നു. എന്നിട്ട് +2 എത്തുമ്പോ പഠിക്കാന്നൊക്കെ വിചാരിച്ചു, വിചാരം പക്ഷെ നന്നാൻ പറ്റിയില്ല. ഇല്ല, +2 എത്തിയപ്പോൾ നന്നാൻ വിചാരിച്ചു. പക്ഷെ കലോത്സവങ്ങളൊക്കെ വന്നപ്പോ +2 കലോത്സവത്തിന് ചേർന്നു. ഞാൻ അവിടെ മൈം ടീമൊക്കെ ഉണ്ടായിരുന്നു. +2 അവസ്ഥ എന്തായെന്ന് വെച്ചാൽ രാവിലെ സ്കൂളിലേക്ക് നേരത്തെ പോകും, ഫസ്റ്റ് പീരീഡ് ക്ലാസ് കയറും. ചില ടീച്ചർമാരാകുമ്പോൾ ഫസ്റ്റ് പീരീഡ് അറ്റൻഡൻസ് എടുക്കാൻ കാരണം അത് കഴിഞ്ഞാൽ രാവിലെ പ്രാക്ടീസ് തുടങ്ങും. 7 മണി 8 മണിക്ക് പ്രാക്ടീസ് തുടങ്ങും.
അറ്റൻഡൻസ് എടുത്ത് പുറത്ത് വരും. വലിയ പ്രാക്ടീസ് ഒന്നും ഉണ്ടാവില്ല, മൈമിന്റെ പ്രാക്ടീസ് കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല. പകുതി മുക്കാൽ സമയം തന്നെ തിരിഞ്ഞു നടക്കും, അതിന്റെ പേരിൽ പുറത്തേക്ക് ഇറങ്ങി വരും അല്ലെ. മൈമിന്റെ പേര് ഇറങ്ങിയിട്ട് ക്ലാസ് കട്ട് ചെയ്യും. ക്ലാസ് കട്ട് ചെയ്യാനുള്ള ഒരു മീഡിയം അത് അങ്ങനെ റീസൺ അങ്ങനെ മൈമ് ഉണ്ടായിരുന്നു. എന്നിട്ട് അങ്ങനെ ടൈം അത് വീട്ടിലേക്ക് എത്താൻ രാത്രി 10 മണിയാവും. പ്രാക്ടീസ് ഉണ്ടാവും, പ്രാക്ടീസ് ഇല്ലെങ്കിൽ എങ്ങനെയാണൊക്കെ 10 മണിയാവും. ക്ഷീണം, പിറ്റേ ദിവസം നീക്കുക സ്കൂള്. ആ ഒരു ഇതേ ഉള്ളൂ. ക്ലാസ്സിൽ നിന്ന് ആരെടുക്കണമെന്ന് തന്നെ അറിയണ്ടായിരുന്നില്ല. എന്നിട്ടൊരു നമ്മുടെ ഈ സ്കൂൾ കലോത്സവം സബ് ജില്ല സത്യം പറഞ്ഞ എന്റെ മനസ്സിലപ്പോ എന്തായെന്ന് വെച്ചാൽ എങ്ങാനും സബ് ജില്ല കിട്ടിയില്ലെങ്കിൽ പിന്നെ ക്ലാസ് കയറേണ്ടി സത്യം പറഞ്ഞ വിഷമം അത്ര എനിക്ക്. കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത ജില്ലക്ക് വേണ്ടിയിട്ട് വീണ്ടും ക്ലാസ് കിട്ടിയ എഡ്യൂക്കേഷൻ എന്നുള്ള സംഭവം മൈൻഡിലേ വർക്കാവുണ്ടായിരുന്നില്ല. 10ാം ക്ലാസ്സിൽ വിട്ടതാ. എന്നിട്ട് എങ്ങനെയൊക്കെ ഞങ്ങൾ കഷ്ടപ്പെട്ട് സബ് ജില്ല നേടി ജില്ലയ്ക്ക് എത്തി. എന്നിട്ട് അങ്ങനെ വീണ്ടും കുറച്ച് നേരം ക്ലാസ് കട്ട് ചെയ്തു. അങ്ങനെ പോയി അവസാനം ജില്ല കിട്ടിയില്ല. അപ്പോ നമ്മുടെ ക്ലാസ് അവിടെ അപ്പത്തേക്കും ക്ലാസ് ഓൾമോസ്റ്റ് സ്കൂള് എൻ്റെ ആവാറായി. എന്നിട്ട് എന്തുണ്ടായെന്ന് വെച്ചാ സ്കൂളിൽ നമുക്ക് ഇത് കിട്ടിയില്ല, ടൂർ കിട്ടിയില്ല. സ്കൂളിൽ നമ്മുടെ ഈ പ്രശ്നങ്ങളൊക്കെ കാരണം കുട്ടികളെ ടൂർ കൊണ്ടാകാനുള്ള ഒരു പേടി കാരണം, അതായത് നിങ്ങളൊരു നല്ല നടപ്പ് കാരണം അല്ല. അപ്പൊ ചെറിയൊരു ടൂർ വേണമെങ്കിൽ വണ്ടർലാ ലെവലൊക്കെ പറഞ്ഞപ്പോ ഞങ്ങൾ സത്യം പറഞ്ഞ എങ്ങനെ എന്റെ അടുത്ത പ്രശ്നം ഉണ്ടാക്കും, ഈ ക്ലാസ് കയറണ്ടേ, ക്ലാസ് കെട്ടി എന്തെങ്കിലും മാർഗം വേണമല്ലോ. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തു, സമരം ചെയ്തു. മീൻസ് സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ സ്കൂള് ഡീസന്റ് സ്കൂളാണ്. ആദ്യമായിട്ടാണ് അവിടെ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവുന്നത്. അപ്പൊ അങ്ങനെ സമരം ചെയ്തു. അതില് അതിനൊപ്പം വേറെ കുറെ പ്രശ്നങ്ങളും അതിന്റെ കൂടെ ഉണ്ടായി. നമുക്ക് ഒരു നെഗറ്റീവ് അങ്ങോട്ട് അടിക്കുമ്പോഴാണ് നമ്മളെല്ലാം വരിക. സത്യം പറഞ്ഞാൽ സ്കൂളിൽ ടീച്ചർമാർക്കൊക്കെ എന്നെ പറ്റിയൊരു കുഴപ്പമില്ല എന്നുള്ള ഇതേ ഉള്ളൂ. ക്ലാസ് കയറിലെ കുഴപ്പമൊന്നേ ഉള്ളൂ. പക്ഷെ അങ്ങനെ മോശം അഭിപ്രായം ഉണ്ടായില്ല. ഇതൊക്കെ പാടെ ഇങ്ങോട്ട് ആയപ്പോ ടീച്ചർമാര് ഞങ്ങൾ ഫ്രഞ്ചിൽ സമരത്തിന് മെയിനായി നിന്നവര് കുറച്ച് പേരെ ഞങ്ങള് ഒരു 6-7 പേരെ മക്കളെ ഇനി സ്കൂളിൽ കയറണ്ട, നിങ്ങള് സ്കൂളിൽ വന്ന അല്ല സസ്പെൻഷൻ എന്ന് പറയാൻ പറ്റില്ല. അവർക്ക് ഞങ്ങളെ സത്യം പറഞ്ഞ സ്കൂള് നിങ്ങൾ ഇനി വരണ്ട, പരീക്ഷ എഴുതാൻ വേണ്ടി മാത്രം വന്നാൽ മതി പറഞ്ഞു. പുറത്തൊരു വിഷമം കാണിച്ചാൽ അപ്പോൾ എന്റെ മനസ്സിൽ ചെറിയ സന്തോഷമായിരുന്നു. അപ്പൊ അറ്റൻഡൻസും കിട്ടും, ക്ലാസ് കയറണ്ട. അങ്ങനെ പ്ലസ് 1 കഴിഞ്ഞു. മോഡൽ എക്സാം ആയി. മോഡൽ എക്സാം വീട്ടിൽ നിന്ന് ഉണ്ടി തള്ളി വിടും, പോവും, അവിടെ കടന്നുറങ്ങും. ക്ലാസ്സിൽ മോഡൽ എക്സാമിന് കടന്നുറങ്ങും, കെട്ടിപ്പിടിച്ചിട്ടൊക്കെ കടന്നുറങ്ങാം. അങ്ങനെ ഒരു ഇതുമില്ല. മോഡൽ എക്സാമിന് കടന്നുറങ്ങണോ? പ്ലസ് 2 മോഡൽ എക്സാമിന് എല്ലാം ഒരു പ്രാവശ്യം എന്താ ഏതോ പരീക്ഷയ്ക്ക് ടീച്ചർ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടേ വീഡിയോ ഒക്കെ റിക്കവർ ചെയ്യാൻ പറ്റില്ല. വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടേ സ്റ്റാഫ് റൂം കൊണ്ടേ കാണിക്കാലോ. അത്രയും എന്തിനാ പഠിക്കുന്നത്, എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻസേ മനസ്സിലുണ്ടായിരുന്നില്ല. പക്ഷെ മോഡൽ എക്സാം കഴിഞ്ഞപ്പോഴാണ് ഇതിങ്ങനെ ശരിയാവില്ല, പണി പാടും. അങ്ങനെയാണ് ഞാൻ സൈലം കാണുന്നത്. സൈലത്തിന് 10 ഡേ ചാലഞ്ച് ഉണ്ടായിരുന്നു, മാരത്തോണും 10 ഡേ ചാലഞ്ച്. ഏതൊരു സ്റ്റുഡന്റിന് ആകെ കയ്യിൽ നിന്ന് പോയി എന്നുള്ള സിറ്റുവേഷൻ ആണെങ്കിലും ഞങ്ങൾ കൈപിടിച്ച് ഉയർത്താന്ന് പറഞ്ഞ കോൺഫിഡൻസ് ഉണ്ട് സൈലത്തിന്. അപ്പൊ ആ ഒരു കോൺഫിഡൻസ് ആകുമ്പോൾ നമുക്കൊരു ബൂസ്റ്റ് കിട്ടും. അപ്പൊ അങ്ങനെ ഞാൻ 10 ഡേ ചാലഞ്ച് ഇതൊക്കെ നല്ലപോലെ വർക്ക് ചെയ്തു. 10 ഡേ ചാലഞ്ചിൽ നല്ലപോലെ വർക്ക് ചെയ്തു. ആവശ്യമില്ലാത്ത മാർക്കുണ്ട്, 95% കിട്ടുകയും ചെയ്തു. അങ്ങനെയാണ്. അപ്പൊ നമുക്ക് സൈലത്തിനുള്ള ഒരു വിശ്വാസം വരുമല്ലോ. കാരണം ഇത്ര 2 വർഷം വേസ്റ്റ് ചെയ്തു. അവസാനത്തെ 10 ദിവസം സൈലം കാരണം വേറെ ഒരു ഹോപ്പും ഇല്ലാതിരിക്കുമ്പോഴാണ് സൈലം ദൈവദൂതനെ പോലെ വരാന്നൊക്കെ പറയുന്നത്. അങ്ങനെയാണ് ഞാൻ സൈലം. അപ്പോഴാണ് പിന്നെ സൈലത്തിൽ ചേരാന്നുള്ള ഒരു ചിന്തയൊക്കെ വന്നത്. അപ്പോഴാണ് സത്യം പഠിക്കാൻ തോന്നി. അപ്പോഴാണ് എൻട്രൻസ് കോച്ചിങ് കണ്ട സമയത്ത് ഇൻട്രസ്റ്റ് തോന്നിയാണോ? സത്യം പറഞ്ഞാൽ പഠിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. പക്ഷെ അതങ്ങനെ നമുക്ക് പഠിക്കാൻ എന്നുള്ള ചിന്തയെ വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴാണ് എനിക്ക് ഇനി ഒന്ന് പഠിക്കാം, മീൻസ് എന്നെ സപ്പോർട്ട് ചെയ്യാൻ സൈലന്റ് എന്ന് അറിയാം. സോ എൻട്രൻസ് കോച്ചിങ് അപ്പോഴാണ് ഈ ഗൈഡൻസ് ഒക്കെ കിട്ടുന്നത്. സത്യം പറഞ്ഞാൽ അപ്പോൾ ഒന്നും ഇങ്ങനത്തെ എക്സാം ഉണ്ടെന്ന് പോലും നമ്മൾ ഇതിൽ എത്താത്ത അവസ്ഥയാണ്. എന്നിട്ട് സൈലത്തിൽ റിപ്പീറ്റ് ചെയ്യാന്ന് വിചാരിച്ചു. ജെയ് എന്നെ സെലക്ട് ചെയ്തു. അപ്പൊ മുതല് ഞാൻ ശരിക്കും വർക്ക് ചെയ്യാൻ തുടങ്ങി. കാരണം എനിക്ക് എന്താന്ന് വെച്ചാൽ ജെയില് മാർക്ക് കിട്ടാന്നുള്ളതിനുപരി സയൻസ് പൊതുവെ നല്ല ഇഷ്ടമാണ്. 3 സബ്ജക്റ്റ്.
സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു. +1 +2 മാർക്ക് കിട്ടും, മാർക്കൊക്കെ പോട്ടെ, പക്ഷെ എന്നാലും മാർക്ക് നമ്മൾ ഈ 10 ദിവസം കൊണ്ട് പഠിക്കുന്നത് ടെമ്പററി സ്റ്റഡിയാണ്. അത് എക്സാമിന് ഉപയോഗിച്ചാലും ലൈഫിൽ അത് ഉപയോഗിക്കാൻ പറ്റില്ല. നമ്മളൊരു ടെമ്പററി. നമ്മളിപ്പോ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് +1 +2 പഠിക്കുന്ന കുട്ടികളെ അവസാനം 10 ദിവസം കൊണ്ട് മാത്രം പഠിച്ചാൽ മതിയോ അപ്പൊ അതിന് മാധവൻ എന്താണ് പറയുന്നത് പറഞ്ഞു കൊടുക്കും, അല്ലെങ്കിൽ അവർ അങ്ങനെ പഠിച്ചാൽ മതി എന്ന് വിചാരിക്കും. കാരണം നമ്മൾ അവസാനം 10 ദിവസം കൊണ്ട് പഠിച്ചാൽ ചിലപ്പോ പരീക്ഷ കാരണം സൈലം എന്ന് പറഞ്ഞാൽ ഇന്ന് സാധനം നാളെ വരുന്നു പറഞ്ഞാൽ നാളെ അതേ പരീക്ഷയ്ക്ക് വരുള്ളൂ. കാരണം നമുക്ക് എക്സാമിനുള്ള എല്ലാ സബ്ജക്റ്റും സൈലം അറിയാം. പക്ഷെ ആ ഒരു 10 ദിവസം കൊണ്ട് സൈലം മൊത്തം പ്രൊവൈഡ് ചെയ്യാൻ കോൺസെപ്ച്വലി നമുക്കത് അപ്പൊ ഒരു റിയൽ എഡ്യൂക്കേഷൻ എക്സാം ബേസ് അങ്ങനെ ചെയ്യരുത്. ഞാൻ ചെയ്യാൻ പാടാത്ത കഥകൾ ഇത് വിഷമാണ് നമുക്ക് പറയുന്നത്. അപ്പൊ എനിക്ക് എന്തുണ്ടായി മീൻസ് ആ 3 സബ്ജക്ട്സിന് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ്. പക്ഷെ അതിന്റെ ബ്യൂട്ടി അറിഞ്ഞ് പഠിക്കാൻ പറ്റാത്തതിന്റെ ഒരു വിഷമം. കാരണം അത്രയും നല്ല സബ്ജക്റ്റുകളാണ്. നമ്മൾ ഈ ഉടായ്പ് പഠിത്തം അത് നല്ല വിഷമമായിരുന്നു. മാർക്ക് കിട്ടിയാലും ആ ഒരു ഉടായ്പ് പഠിത്തം അപ്പോഴാണ് എനിക്ക് ശരിക്കും ഒറിജിനൽ JEE പഠിക്കണം, അത്രയും വലിയ എക്സാം ആണ് എന്നുള്ള ഒരു അപ്പോഴാണ് ആ ഗൈഡൻസ് ഒക്കെ വരുന്നത്. കാരണം നമ്മൾ ഈ വീഡിയോസ് ഒക്കെ കണ്ട് അങ്ങനെ ഞാൻ സൈലം ഓപ്റ്റ് ചെയ്തു. ഞാൻ ഓൺലൈൻ ക്ലാസ് ഓപ്റ്റ് ചെയ്ത്. കാരണം ഓൺലൈൻ ആകുമ്പോൾ കുറച്ചുകൂടി അധികം ടൈം കിട്ടുമെന്ന് MBB എൻ്റെ മനസ്സിൽ അങ്ങനെ തോന്നി. നമുക്ക് പോയി യാത്ര ക്ഷീണമല്ല, എപ്പോഴും കംഫർട്ടബിൾ ആയിരിക്കാന്നൊക്കെ തോന്നി. ഞാൻ ഓൺലൈൻ ഓപ്റ്റ് ചെയ്തു. അപ്പം ഞാൻ നല്ലപോലെ വർക്ക് ചെയ്തു. മീൻസ് അതിൻ്റെ വേറെ കാര്യം എന്താണെന്ന് വെച്ചാൽ സത്യം പറഞ്ഞാൽ സൈലത്തിന്റെ ക്ലാസ്സിലിരിക്കുമ്പോൾ പൊതുവെ ക്ലാസ്സൊക്കെ പകുതി വെച്ച് പോകാനുള്ള ടെൻഡൻസി ഉള്ള ആളാണ്. അല്ല അതിലേ ഞാൻ പിന്നെ മാധവൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് മാധവന് മാത്സ് പഠിപ്പിച്ച ആളാണല്ലോ ഞാൻ. അപ്പൊ പലപ്പോഴും എന്റെ ഊക്കലൊക്കെ ഒരുപാട് കിട്ടിയ ആളാണ് തുടക്കത്തില് അല്ലെ. നല്ല രീതിയിൽ ഡൗട്ടുകളൊക്കെ ചോദിച്ച ആളാണ്. അത് കുഴപ്പമൊന്നുമില്ല, അത് ഏത് ഡൗട്ടാണ് ഒന്നും പിടിച്ചില്ല. കാരണം ഒരു 10ാം ക്ലാസ്സുകാരന്റെ നോളജ് കൊണ്ടാണ് ഞാൻ അല്ല അതല്ല എന്റെ ചോദ്യം അതല്ല. മാധവൻ എനിക്ക് ഓർമ്മയുണ്ട്. ഇപ്പൊ ഞാൻ ആദ്യമായിട്ട് റിപ്പീറ്റർ ബാച്ച് ക്ലാസ് ഒക്കെ വന്നപ്പോഴും കമന്റ് വന്ന മാധവന്റെ ആയിരുന്നു. അപ്പൊ സ്വാഭാവികമായി നിങ്ങൾ എല്ലാ ഡൗട്ടും പിന്നെ തീർത്ത് വരുമ്പോഴത്തേക്ക് 2 മണിക്കൂറുള്ള ക്ലാസ് ചിലപ്പോൾ 3-3.5 മണിക്കൂറൊക്കെ പോയ സമയങ്ങളുണ്ട്. 3 മണിക്കൂറായിട്ട് വേണം ഒരു ക്വസ്റ്റ്യനും കൂടി ചെയ്യാനുണ്ട്, അത് ചെയ്താലോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ചെയ്യാത്ത നമ്മൾ ഇരിക്കാൻ റെഡിയാണ് എന്ന് പറയുന്ന കുട്ടികളുടെ കൂട്ടത്തിൽ മുമ്പിൽ മാധവനാണ്. അപ്പോ അങ്ങനെ ഒരു മാധവൻ ഇങ്ങനൊരു ഫ്ലാഷ് ബാക്ക് ഉണ്ട് എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ ഒരു അൺബിലീവബിൾ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ആ ഒരു ട്രാൻസിഷൻ കുറച്ച് ചിലപ്പോ ഞാൻ നോക്കണം ഡൗട്ട് കുറച്ച് നിലവാരം കുറക്കണം എനിക്കത് തോന്നാറുണ്ട്. പക്ഷെ സ്റ്റിൽ അത് ചോദിച്ചില്ലെങ്കിൽ അത് നമ്മുടെ മനസ്സിൽ അതിനേക്കാൾ നല്ലത്. അപ്പൊ എല്ലാ ഡൗട്ടും ചോദിക്കും. അപ്പൊ നല്ല രീതിയിൽ ക്ലാസ്സിൽ സാർമാര് കറക്റ്റ് റിപ്ലൈ ചെയ്യും, നല്ല രീതിയിൽ റിപ്ലൈ വരും, കറക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. അപ്പൊ അങ്ങനെ ക്ലാസ്സിൽ ഇൻവോൾവ് ആകാൻ പറ്റി. എനിക്ക് തോന്നുന്നത് ഓൺലൈൻ ക്ലാസ്സിന്റെ ഒരു നെഗറ്റീവ് സൈഡും പോസിറ്റീവ് സൈഡും അതാവും. നമുക്ക് എപ്പോഴാണെങ്കിലും വെച്ച് പോവാന്ന് പറഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടാണ്. അപ്പൊ ആ ഒരു പ്രശ്നം സത്യം പറഞ്ഞാൽ എനിക്ക് ഉണ്ടായിരുന്നില്ല. ഫുൾ ക്ലാസ് കണ്ടിരുന്നു, നല്ലപോലെ ടീച്ചേഴ്സായി ഇന്ററാക്ട് ചെയ്യാൻ പറ്റി. അങ്ങനെ ഇന്ററാക്ട് ചെയ്തു പഠിച്ച് അപ്പോഴാണ് ഞാൻ ബേസിൽ നിന്നാണ് തുടങ്ങുന്നത്. എനിക്ക് ഒരു ഐഡിയ ഇല്ല. അപ്പൊ അങ്ങനെ 0-ൽ നിന്നാണ് 10ാം ക്ലാസ് നേരെ അങ്ങനെ തന്നെ സാറുമാരാണ് അങ്ങനെ ബേസ് ലെവൽ മുതലേ പഠിപ്പിച്ചു വന്നത്. കാരണം ഒരു ഭാഗം ചെത്തുമ്പോ അയ്യോ ഇത് ഒന്നും മനസ്സിലാവാത്താന്ന് തോന്നിയിട്ടില്ല. ചെറുതിൽ നിന്ന് തന്നെയാണ് പഠിപ്പിച്ചു തുടങ്ങുന്നത്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നം തോന്നിയിട്ടില്ല. അപ്പൊ അങ്ങനെ ക്ലാസ്സിലിരുന്നു. പിന്നെ നമ്മുടെ യൂട്യൂബ് വീഡിയോസിൽ കുറെ സാധനങ്ങളൊക്കെ അപ്പൊ അതും ഫോളോ ചെയ്യും, എല്ലാം ഫോളോ ചെയ്തിരുന്നു. പിന്നെ അവസാനം LMRPയും എല്ലാം കൂടി ആയപ്പോ ഇപ്രാവശ്യം JEE അഡ്വാൻസിന് അതിലേക്കാണ് വരുന്നത്. അപ്പൊ ഈ ഒരു വീഡിയോ കാണുന്ന കുട്ടികൾക്ക് ഒരുപാട് ചിന്തിക്കുന്നുണ്ടാവും. അതായത് പിന്നെ മാധവൻ എന്നിട്ട് പഠിക്കാതെ പോയി, പിന്നീട് പഠിക്കാൻ വേണ്ടി ശ്രമിച്ചു, ലാസ്റ്റ് ഒന്നും ആയില്ലേ അല്ലെ, എന്താണ് ഇപ്പോൾ മാധവന്റെ ഇപ്പോഴത്തെ പൊസിഷൻ എന്താണ് എന്ന് പല കുട്ടികളും ചിന്തിക്കുന്നുണ്ടാവും. ഓക്കെ, അതെന്താണ്? ഇപ്പൊ നമ്മുടെ JEE ഒക്കെ കഴിഞ്ഞ് വന്നിരിക്കുകയാണ്. ഫസ്റ്റ് ഫേസ് കഴിഞ്ഞു അല്ലെ, സെക്കൻഡ് ഫേസിന് റിസൾട്ട് വന്നിട്ടില്ല. ഓക്കെ, അപ്പൊ ഇപ്പൊ എന്താണ് മാധവന്റെ പൊസിഷൻ ഒന്ന് പറഞ്ഞു കൊടുത്തേ. ഇപ്പൊ പൊസിഷൻ എന്താന്ന് വെച്ചാൽ എന്റെ ജാനുവരി സെഷൻ കഴിഞ്ഞപ്പോ പിന്നെ JEE അഡ്വാൻസ്ഡ് ക്വാളിഫൈ ആയി. ഓൾമോസ്റ്റ് 93 point something ഉണ്ട് പെർസെന്റേജ്.
അപ്പോൾ ഇനിയിപ്പോ ഏപ്രിൽ സെക്ഷൻ അറിയില്ല. മേ ബി സത്യം പറഞ്ഞാൽ മോർ ദാൻ എക്സാം എനിക്ക് നല്ല രീതിയിൽ ഈ 3 സബ്ജക്റ്റ് നല്ല ബ്യൂട്ടിഫുൾ ആയി പഠിക്കാൻ പറ്റും. അല്ല അതന്നെയാണ്. അപ്പം എനിക്ക് പറ്റിയതിന്റെ സാറ്റിസ്ഫാക്ഷൻ നല്ലോണ്ട്. ഈവൻ ദോ മാർക്ക് എന്തായാലും വർക്ക് ചെയ്തു. വേറെ കുറെ ഫാക്ടേഴ്സ് ഉണ്ടല്ലോ, കൺസിസ്റ്റൻസി. നമ്മള് ഒരു കാര്യം എത്ര ചെയ്താലും ശരിയാവില്ല, പക്ഷെ അത് തോറ്റു പോകാതെ വീണ്ടും വീണ്ടും അങ്ങനെ കുറെ എബിലിറ്റീസ് അതിൽ ഭയങ്കര ഹാപ്പിയാണ്. ഓക്കെ, മാർക്കൊക്കെ പിന്നെ അതിന്റെ വഴി തരണ പോലെ വരും. അല്ല അതായത് നഷ്ടമായിട്ടില്ല, ഒരിക്കലും നഷ്ടമായി. അല്ല അങ്ങനെ ഞാൻ അത് ചോദിക്കാൻ കാരണം നമുക്ക് 93% എന്ന് പറയുമ്പോൾ ഒരു NIT അഡ്മിഷൻ കിട്ടാനുള്ള ഒരു പെർസെന്റേജ് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല ജനറൽ കാറ്റഗറിക്ക്. പക്ഷെ ക്വാളിഫൈഡ് ആണ്. അപ്പോഴും സ്റ്റിൽ മാധവൻ ഹാപ്പി ആണോ എന്നുള്ളതാണ്. ഞാൻ സ്റ്റിൽ ഹാപ്പിയാണ്. മോർ ദാൻ റിസൾട്ട്, ഞാൻ ഈ പ്രോസസ്സ് ഞാൻ നല്ലപോലെ ചെയ്തു. ഈവൻ ദോ പ്രോസസ്സ് എനിക്ക് പ്ലസ് മേ ബി ലോങ് ടൈം പ്രോസസ് ആണെങ്കിലും ഞാൻ തുടങ്ങിയ സമയം മുതൽ നല്ലപോലെ ചെയ്യാൻ പറ്റി. പ്രോസസ്സിൽ ഞാൻ നല്ല ഹാപ്പിയാണ്. ബാക്കി റിസൾട്ട് വരും. അടുത്ത ഫേസ് ഉണ്ടല്ലോ. ഞാനിപ്പോ 93 പറഞ്ഞുകൊണ്ടിരുന്നത് ഫസ്റ്റ് ഫേസ് ആണ്. സെക്കൻഡ് ഫേസ് നമുക്ക് റിസൾട്ട് വരാനുണ്ട്. അഡ്വാൻസ് എക്സാമിന് എഴുതാം. ഒരുപാട് എക്സാംസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് എഴുതിയിട്ട് ഉഷാറാക്കാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മള് ഇപ്പൊ ഈ വീഡിയോ കാണുന്നതില് ഒരുപാട് തരത്തിലുള്ള കുട്ടികളുണ്ടാവും. 10th, +1, +2 കഴിഞ്ഞ കുട്ടികൾ. അപ്പോ അവരൊക്കെ മാധവനെ പോലെ +1, +2 ഉഴപ്പിയിട്ട്, ഉഴപ്പി എന്നുള്ള വേർഡ് ഞാൻ ഉപയോഗിക്കുന്നതാണ്, സോറി മാധവൻ പറഞ്ഞാണ്, ഞാൻ ജസ്റ്റ് ഉപയോഗിച്ച് തോന്നുന്നു. ഉഴപ്പിയിട്ട് അവസാനം പഠിച്ച് പെർസെന്റേജ് വാങ്ങിയാൽ മതി, അല്ല ഇപ്പോഴേ പഠിച്ചു തുടങ്ങണം. ഓക്കെ, കാരണം ഇപ്പൊ മാധവൻ റിഗ്രറ്റ് ചെയ്യുന്നുണ്ടോ? അതായത് ഞാൻ ആദ്യം +1 മുതൽ നന്നായിട്ട് പഠിച്ചിരുന്നെങ്കിൽ എനിക്ക് കുറച്ചും കൂടി നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളൊക്കെ റിഗ്രറ്റ് ചെയ്യുന്നുണ്ടോ? ഓക്കെ, ഇനിയിപ്പോ +2 കഴിഞ്ഞ കുട്ടികൾ എന്താണ് ചെയ്യേണ്ടത് അവര്? ഓക്കെ, എന്തിനൊക്കെ കുറിച്ച് ഒരു സജഷൻ കുട്ടിയെ കൊടുക്കണം. എന്റെ ജൂനിയേഴ്സിനോട് പറയാനുള്ളത്, നിങ്ങളിപ്പോ ഏതൊരു പോയിന്റിലാണെങ്കിലും ഇവന്തോ നിങ്ങൾക്ക് +2 മാർക്ക് കുറവാണെങ്കിൽ ആണെന്നുള്ള കേസാണെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. കാരണം ഈവൻ ഇഫ് എനിക്ക് ഓൾമോസ്റ്റ് 95 അടുത്ത് +2 ഉണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ എനിക്കത് യോഗ്യത ഇല്ലാത്ത മാർക്കാണ്. കാരണം എനിക്ക് അത്ര സിലബസ് ഒന്നും മീൻസ് ജസ്റ്റ് ആ ഒരു 10 ദിവസം കൊണ്ട് പഠിക്കുന്ന പറഞ്ഞാൽ ഒരിക്കലും ആ സിലബസ് കംപ്ലീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അറിയില്ല. നമ്മൾ ആ പരീക്ഷയ്ക്ക് വരാനുള്ള ചോദ്യം മാത്രം പഠിച്ച് അങ്ങനെ ഒരു അങ്ങനെ എന്തോ ഭയം കൊണ്ട് കിട്ടിയതാന്നേ പറയാൻ പറ്റുള്ളൂ എനിക്ക്. അതൊരിക്കലും എനിക്ക് അറിയാൻ പറ്റാറില്ല. സോ ദാറ്റ് നിങ്ങളിപ്പോ ഏതൊരു പോയിന്റിലാണെങ്കിലും നിങ്ങൾക്ക് ഇപ്പൊ വർക്ക് ചെയ്താലേ അവർക്ക് കിട്ടും. ഈ ഒരു പോയിന്റിൽ വർക്ക് ചെയ്ത് തുടങ്ങിയാൽ നിങ്ങൾക്ക് ഈവൻ ഇഫ് നല്ല മാർക്ക് കുറവാണെങ്കിലും അതൊന്നും ആലോചിച്ച് ഇനി ഇരുന്നിട്ട് കാര്യമില്ല. അത് ശരിയാണ്. കാരണം നമ്മളിപ്പം +2 മിനിമം കട്ട് ഓഫ് 75 അങ്ങനെയുള്ള പഠിച്ച കുട്ടി ഇവിടെ റിപ്പീറ്റ് ചെയ്ത കുട്ടിയാണ് പഠിക്കുന്നുണ്ട്. കിട്ടിച്ചാ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഒരു എഞ്ചിനീയർ ഫീൽഡിനോട് താല്പര്യം ഉണ്ടെങ്കിൽ പിന്നെ നമ്മുടെ ലൈഫിന് വേറൊരു ആസ്പെക്ട് മീൻസ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അത് ചെയ്യാം. പിന്നെ അയ്യോ മാർക്ക് ഇല്ല വിചാരിച്ചിട്ട് നമ്മൾ എഞ്ചിനീയറിംഗിന് പോകുന്ന കുട്ടികളാണെങ്കിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അല്ലേ? അതെ, നമുക്ക് JEE ഉണ്ട്, JEE അഡ്വാൻസ് ഉണ്ട്, അതോടൊപ്പം തന്നെ കീം ഉണ്ട്, കുസാറ്റ്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ്, പലതരത്തിലുള്ള എക്സാമ്പിൾ ഉണ്ട് അല്ലെ? നമ്മളെ ഡ്രീംസിനെ നമ്മൾ സാക്രിഫൈസ് ചെയ്തിട്ട് നമുക്ക് താല്പര്യമില്ലാത്തൊരു കോഴ്സ് ഒരിക്കലും എടുക്കരുതെന്ന് എന്റെ സജഷൻ വരുള്ളൂ. കാരണം അങ്ങനെ വർക്ക് ചെയ്താൽ നമുക്ക് അത്രയും പൊട്ടൻഷ്യൽ നല്ല ഹാർഡ് വർക്ക് ചെയ്യാം, അത് പോസിബിൾ ആണ്. അപ്പൊ നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സൈലം ഡെഫിനറ്റ്ലി നല്ല രീതിയിൽ ഹെൽപ്ഫുൾ ആവും. കാരണം ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ ഇവിടുത്തെ ഓരോ ടീച്ചേഴ്സും ഭയങ്കര സ്പെഷ്യലായിട്ട് ക്ലാസ് എടുക്കുക. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സാറിൻ്റെ ക്ലാസ് ആണെങ്കിൽ സാറിൻ്റെ ക്ലാസ് 3 മണിക്കൂർ ക്ലാസ്സിൽ ഇരുന്നാലും നമുക്ക് 3 മണിക്കൂറായും സത്യം പറയാൻ തോന്നില്ല. അങ്ങനെ സാറിൻ്റെ ക്ലാസ് പ്രത്യേകം സാർ എന്തിനു സാർ ഈ തമാശ പറയുന്നത് നമുക്ക് തോന്നും. പക്ഷെ ആ സമയം തമാശയും ടോപ്പിക്കും തമ്മിൽ ഇന്റർലിങ്ക് ആവും, നമ്മൾ അറിയാതെ പഠിച്ചു പോകും. അതേപോലെ ഇപ്പോൾ ഓരോ ടീച്ചർ ഇപ്പോൾ NSM ആണെങ്കിലും ഓരോ ട്രിക്സ് ന്യൂമോണിക്സ് ഒക്കെ വെച്ചിട്ട് ഓരോ സാധനം നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഇട്ടിട്ട് തരും. പീരിയോഡ് ടേബിൾ പഠിക്കാനാണെങ്കിലും നമുക്കിതൊന്നും ഇത്ര വലിയ സാധനം ഇങ്ങനെ പഠിക്കാമെന്ന് വിചാരിക്കും. പക്ഷെ നമുക്ക് എക്സാമുകളിൽ ഇരിക്കുമ്പോൾ സാറിൻ്റെ ഈ NSMന്റെ ഈ ഒരു ട്രിക്കുള്ളൂ. അതേപോലെ ഓരോരുത്തരുടെ പേരിക്ക് ഇങ്ങനെ എല്ലാവർക്കും ഭയങ്കര സ്പെഷ്യാലിറ്റി. അതേപോലെ FM സാർ ആണെങ്കിലും ആദിൽ സാർ ആണെങ്കിലും ജാബി സാർ എല്ലാവരും നല്ല രീതിയിൽ ഓരോരുത്തർക്കും ഓരോ സ്പെഷ്യൽ രീതിയിലാണ് ഒരു ക്ലാസ്. ഇപ്പൊ FM സാറിന്റെ ക്ലാസ് ഒക്കെ പറയുകയാണെങ്കിൽ സാറ് നല്ല ഫിസിക്സിന്റെ ബ്യൂട്ടി പഠിപ്പിച്ചു. നമ്മളിങ്ങനെ അറിയാതെ ഇരുന്ന് പോകും സാറിന്റെ ക്ലാസ്സിൽ. നല്ല രസം സാറിന്റെ ക്ലാസ്. അതേപോലെ ഓരോരുത്തർക്കും ഓരോ നമ്മുടെ AV സാറാണെങ്കിലും എല്ലാവരും. അപ്പൊ നമുക്ക് ഒരു സ്പെഷ്യൽ അനുഭവമാണ് ക്ലാസ്സിൽ ഇരിക്കാന്ന് പറയാം. അപ്പൊ നമുക്ക് നല്ല രീതിയിൽ ഹെൽപ്ഫുൾ ആവും. ഒരിക്കലും നമുക്ക് ടൈം നിങ്ങൾ റിപ്പീറ്റ് ചെയ്യാൻ നല്ലപോലെ വർക്ക് ചെയ്തു വെച്ചാൽ നിങ്ങൾ ഒരിക്കലും
അയ്യോ എന്റെ റിപ്പീറ്റ് ഡ്രോപ്പ് ഇയറിൽ ഞാൻ എന്റെ സമയം കളഞ്ഞു, വേണ്ടായിരുന്നു എന്ന് തോന്നില്ല. അത് ഏതൊരു നല്ല പോലെ റിപ്പീറ്റ് ചെയ്തിട്ടൊന്ന് വർക്ക് ചെയ്ത ഏതൊരു സ്റ്റുഡൻസിനോട് വെച്ചാലും അത് വെറുത്തിട്ടാണ്. ഓക്കെ, ഞാൻ മതം പറഞ്ഞൊന്നും കൺക്ലൂഡ് ചെയ്തോട്ടെ. അതന്നെയല്ലേ ഉദ്ദേശിച്ചതെന്ന് എന്നോട് പറഞ്ഞാൽ മതി. അതായത് കുഞ്ഞുങ്ങളെ, നിങ്ങൾ എവിടെയാണോ നിൽക്കുന്നത് അവിടെ നിന്ന് നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾ 10 ആയിക്കോട്ടെ, +1 ആയിക്കോട്ടെ, +2 ആയിക്കോട്ടെ, +2 കഴിഞ്ഞ കുട്ടികളായിക്കോട്ടെ, അവിടുന്ന് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക, ഹാർഡ് വർക്ക് ചെയ്യുക, അതിന്റെ റിസൾട്ട് നിങ്ങൾക്ക് ഉണ്ടാവും എന്നുള്ളതാണ് മാധവന്റെ വാക്കുകളിൽ നിന്നും എനിക്ക് കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. നിങ്ങൾക്ക് കാണിച്ചു തരാനുള്ള ഒരു ബെസ്റ്റ് എക്സാമ്പിൾ തന്നെയാണ് മാധവൻ. മാധവന്റെ കൂടെ എന്നും സൈലം ഉണ്ടായിരുന്നു. നിങ്ങളുടെ കൂടെയും ഞങ്ങൾ എപ്പോഴും ഉണ്ടാവും.